സോ ഏപ്രിൽ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:38 മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ MGM ഹൈസ്കൂൾ തിരുവല്ലയിലെ മുത്തശ്ശി വിദ്യാലയമാണ്. അനേക തലമുറകൾ 100 വർഷത്തിൽ കൂടുതലായില്ലേ ഈ സ്കൂള്? 1923-ലാണ്. അപ്പൊ ഈ 123 വർഷം ഒരു ദേശത്തിന് നന്മ ചെയ്തുകൊണ്ടൊരു വിദ്യാലയം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഫീലാണ്. എത്ര തലമുറയിലുള്ള കുട്ടികൾ ഇവിടെ പഠിച്ചുപോയി, എത്ര അധ്യാപകർ, അവിടുത്തെ ഹെഡ് മാസ്റ്റർമാരുടെ ഹെഡ് മിസ്ട്രസ്മാരുടെ ഒക്കെ ഫോട്ടോയൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ സ്കൂളിന്റെ അമരത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ HM ആയിട്ടുള്ളത് ദീപ ടീച്ചറാണ്. എങ്ങനെയുണ്ട് ടീച്ചറെ കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. സ്കൂള് അടിപൊളിയാണ്. പിന്നെ പരിമളത്തിരുമേനൊരു അനുഗ്രഹം ഉള്ളപ്പോ പിന്നെ നമുക്ക് എന്തോ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവുക. ലെഗസി നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ. ഇവരെല്ലാ വർഷവും അവധിക്ക് ഒരു സമ്മർ ക്യാമ്പ് എന്നും പറഞ്ഞ സമയമില്ലാ സമയത്ത് ഇവര് മെനക്കെട്ട് നല്ല ടീച്ചർമാരാണ്. അതുകൊണ്ട് കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ വർഷവും എന്നെ വിളിക്കും കുറച്ച് കണക്കൊക്കെ പഠിപ്പിക്കാൻ. അപ്പൊ നല്ല ടീച്ചർമാരാണ്. ടീച്ചറിന്റെ പേരെന്തുവാ? ഏത് സബ്ജക്റ്റാ? ഞാൻ സോഷ്യൽ സയൻസും മാത്സും എടുക്കുന്നുണ്ട്. സ്റ്റെഫി സബ്ജക്ട് ഏതാ? മാത്തമാറ്റിക്സ്. സിന്ധു ഇംഗ്ലീഷ് ആണ്. സോഷ്യൽ സയൻസ്. പുള്ളിക്കാരി ടീച്ചറാണ്. നമ്മുടെ കൺവീനർ എന്ന് പറയുന്നത് എന്നെ വിളിച്ചതൊക്കെയാണ്. മിറിയം മലയാളം. മിറിയം കൊച്ചമ്മ ഞങ്ങളുടെ കുണ്ട്രാല ഞങ്ങളുടെ അയലോകക്കാരിയാണ്. മാത്സ്. എല്ലാരും സംതൃപ്തരാണോ? വിദ്യാഭ്യാസത്തിന്റെ ഭാവിയൊക്കെ നിങ്ങൾ എങ്ങനെ കാണുന്നു? AI യുഗത്തിൽ നിങ്ങളുടെയൊക്കെ റോള് മാറ്റപ്പെടുവോ? ടീച്ചർമാരുടെ റോളൊക്കെ മാറുമോ AI യുഗത്തിൽ? ഇല്ല. അതെന്താ? ഇപ്പൊ പിള്ളേര് പറയുന്നത് ടീച്ചറൊന്നും വേണ്ട, ഗൂഗിൾ ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്നാ പറയുന്നത്. അതിനെ എങ്ങനെ കാണുന്നു? അതുകൊണ്ട് ടീച്ചർ തീർച്ചയായിട്ടും കാണണം. എപ്പോഴും മാനസിക മൂല്യങ്ങളും ഒക്കെ പകർന്നു നൽകണമെങ്കിൽ അധ്യാപകര് ആവശ്യമാണ്. അമ്മമാരുടെ മാതാപിതാക്കളുടെ ഒരു സ്നേഹം സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ തീർച്ചയായും നന്മയുള്ള അധ്യാപകര് വേണം. അതുകൊണ്ട് നല്ല വിഷനുള്ള ടീച്ചർമാര് തന്നെയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ക്ലാസ് പ്രയോജനപ്പെടുത്തുക. മാത്യു സാറാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുക. നമ്മുടെ MGM കുടുംബത്തിന്റെ തന്നെ ഒരു ഭാഗമായി ഇന്ന സാറിനെ ഏറെ ബഹുമാനത്തോടെ ഇന്നത്തെ ഈ ക്ലാസ്സിലോട്ട് ആദരവോടെ സ്വാഗതം ചെയ്യും. സ്കൂളിന്റെ പേരെന്തോ? MGM. ഈ ക്രിക്കറ്റിലെ MSD കേട്ടിട്ടുണ്ടോ? അല്ലെ CR കേട്ടോ? CR7 കേട്ടിട്ടുണ്ടോ? CR7 എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രിസ്ത്യാനോ റൊണാൾഡോ. 7 അതറിയാം, ഭയങ്കര കൂടുതലല്ല. അതുപോലെ MGM ഇതിലൊക്കെ ഈ വർഷം വന്ന കുട്ടികളാണ്. വന്നതേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പൊ അത് പ്രത്യേകം പഠിക്കണം. അതായത് ടീച്ചറെ പറഞ്ഞു കൊടുത്ത കുട്ടികളുണ്ട്. അപ്പൊ അവര് അതല്ലേ നല്ലത്. നമ്മുടെ പരിമളത്തിരുമേനയുടെ നാമത്തിൽ സ്ഥാപിച്ച പള്ളിക്കൂടമാണിത്. തിരുമേനയുടെ പേരിലാണ് ഈ സ്കൂള് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു വിദ്യാലയമാണ്. എന്തുവാ പേര്? കാർത്തിക്. ഒന്ന് എണ്ണിക്ക് എത്ര പേരുണ്ട്? ഉറക്കെയാണോ? അടുത്ത് ഓടുന്ന ഇംഗ്ലീഷ് അറിയത്തില്ല. 1 2 3 ഉണ്ട്. ഉറക്കം പറ. ശരിക്കണ്ട നിർത്തി പറഞ്ഞാൽ എവിടെ പോവാ? ഞാൻ എണ്ണെന്ന് പറഞ്ഞിരുന്നേ. 1 2 3 4 അങ്ങനെ പറഞ്ഞു. 1 2 3 4 5 6 7 8 9 10 12. നമ്മുടെ കൂടെ 18. എന്താണ് കൂട്ടിയാലോ? 19. ഇനി അവിടെ താഴെ തുടങ്ങിയ ചന്ദ്രനോട് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടിയാൽ 20 21 22 23 24. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും എവിടുന്നാണ് തുടങ്ങുന്നത്? 1 നിന്നാണ് തുടങ്ങുന്നത്. സോ 1 2 3 4 5 6 7 ആർ കോൾഡ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. പറഞ്ഞേ കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് വേറൊരു പേരുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ്. പറഞ്ഞേ. അപ്പോൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ 1 എന്നാണ്.
വേറെ രണ്ട് പേരുണ്ടായിരുന്നു. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3. ഇനി നമ്മുടെ എക്സാം ടീച്ചറിന്റെ ഓഫീസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ 123 വർഷങ്ങളെ 10ാം ക്ലാസ്സിൽ പഠിച്ചവരുടെ ലിസ്റ്റ് കാണും. മിക്ക സ്കൂളിലും കാണും. അതെണ്ണയാൽ എത്ര പേര് കാണും ആർക്കെങ്കിലും പറയാം. ഏകദേശം ഒന്ന് നോക്കിയാണ് മെന്റൽ മാത്സ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. കഴിഞ്ഞ 123 വർഷങ്ങളായിട്ട് SSLC പാസ്സായ എത്ര കുട്ടികൾ കാണുമെന്ന് പറയാം. എത്ര? 1 ലാഖിന് പേരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഈ വർഷം ഈ സ്കൂളിൽ എത്ര പേര് SSLC പരീക്ഷ എഴുതിയെന്ന് അറിയാമോ? ഈ വർഷം ഞാനിവിടെ വന്നപ്പോൾ ടീച്ചറോട് ആദ്യം ചോദിച്ചതാണ്. ഏകദേശം 300 പേര്, 280 പേര് അല്ലേ? 280 പേര് കണക്കാണ്. അപ്പൊ ഒരു വർഷം SSLC പരീക്ഷ എഴുതുന്ന എത്ര കുട്ടികളുണ്ട്? 300 പേര്. മനസ്സിൽ സ്റ്റോർ ചെയ്തോളൂ. ഒരു വർഷം അങ്ങനെയാണ് 10 വർഷം. ഒരു വർഷം 300 ആണ്. 10 വർഷം എത്ര കുട്ടികളായി? ഒരു വർഷം 300 ആണെങ്കിൽ വെരി ഗുഡ് 3000. 10 വർഷം 3000. അങ്ങനെയാണ് 3 വർഷം. ഓ അത് നടത്തുമായിരുന്നു. 3 വർഷം എത്ര വരായി? 3000 എന്നോട് ചേർന്ന് 30,000 എടുക്കാനാണോ? അപ്പൊ 100 വർഷം കൊണ്ട് പക്ഷെ പണ്ടൊക്കെ 15-40 കുട്ടികളൊക്കെ എഴുതുമായിരുന്നല്ലേ? ഒരു 10-20 വർഷം മുമ്പൊക്കെ 50,000-ന്റെ 1/4 പറയാൻ വിളമ്പുന്നതാണ്. 50,000-ന്റെ പകുതി എത്ര? 50,000-ന്റെ ഹാഫ് എത്ര? 25,000. 25,000-ന്റെ ഹാഫ് എത്ര? 12,500. അപ്പൊ 50,000 കൂടെ കൂട്ടി 60,500 പേര്. ഞാൻ 4ാം ക്ലാസ് വരെ മലയാളം പഠിച്ചില്ല പഠിച്ചോണ്ട് ഇതെല്ലാം ഞാൻ പഠിച്ച മലയാളത്തിലാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഒരു 10,000-70,000 കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് SSLC പരീക്ഷ എഴുതി പോയിട്ടുണ്ടെന്ന് ചുരുക്കം. അപ്പൊ നമ്മൾ 1 തുടങ്ങിയാണ്. 1, 2, 3, 13 കഴിഞ്ഞിട്ട് 70,000 വരെയായി. കൗണ്ടിങ് hundreds, എല്ലാം കഴിയാത്തോ? crore, 10 crore, 100 crore, 1,000 crore, 10,000 crore, 1 lakh crore, 10 lakh crore ആണ്. വായിക്കാൻ പറ്റത്തില്ല. ഇതൊരു വലിയ നമ്പറാണ്. 99 ലക്ഷം കോടി. ബാക്കി വായിക്കുന്ന നേരമുണ്ട്. This is a very, very huge. How do you find the number after a natural number? ഒരു നാച്ചുറൽ നമ്പർ കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 9 കഴിഞ്ഞാൽ 15 കഴിഞ്ഞാൽ 15 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 165 കഴിഞ്ഞാൽ 165 കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? ബൈ ആഡിങ് നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ബൈ ആഡിങ്. 5 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബൈ ആഡിങ് ഇതിന്റെ കൂടെ 1 കൊണ്ട് ആഡ് ചെയ്യുമ്പോ എഴുതും +1 എന്ന് എഴുതും. ഇവിടെ പ്ലസ് ഇടും, ഇവിടെ താഴെ 1 എഴുതും. So we are at MGM Higher Secondary School and we have been discussing about the number system. What is the first type of numbers? The first type of numbers are natural numbers, and natural numbers are 1, 2, 3, 4. How many natural numbers are there? Up to how many natural numbers are there? Kakatollayiram. How many are there? There are infinite natural numbers. And the next one is whole numbers. Whole numbers means 0, 1, 2, 3, 4 up to
അത് മറന്നുപോയോ? ആൽഫ ടു ഇൻഫിനിറ്റി, അനന്തത. ആൻഡ് ദെൻ integers. Integers means minus infinity to 0, then 1, 2, 3 up to plus infinity. Negative numbers are also there. Then rational numbers, a number that can be written in the form P by Q. Numbers are also called a fraction. So this much rational numbers, then irrational numbers, a number that cannot be written in the form P by Q is called irrational number, root 3 pi etc. And rational number plus irrational number constitute the real number system. And the branch of mathematics that studies the properties of real numbers is called the algebra. So welcome to algebra, my dear friends. And in 11th class you will study complex numbers, numbers in the form a plus ib, and real numbers plus complex numbers constitute the number system in mathematics. And this is amazing, magical system, the number system. You have to learn mathematics, you have to learn algebra. Try to know more and more about the number system. Very well. Elena, class 3. Lecture is I am Shinu, 6th class. Hello, Suresh, class 6. Abjita, class 6. Kate, class 6. Anandu, class 7. Devesh Ranjit, class 4. Anand Show, class 4. Andu, class 8. Sierra, class 8. Class 7. സോ നല്ല മിടുക്കരായ ഒരു പറ്റം കുട്ടികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മിടുക്കരാണോ? സോ ഒരു കഥ പറയാമേ. ഒരു 34 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്. ഒരു പയ്യനായിരുന്നു ഈ കഥയുടെ നായകൻ. ആ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണേ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 14 വയസ്സുള്ള ഒരു കുട്ടി. 34 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പൊ സ്കൂളിലെ ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞൊരു സംഭവം അറിയാമോ? ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഈ മാർക്ക് തരിക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെ പേരന്റിനെ വിളിച്ചാണോ മാർക്ക് തരുന്നത്? അന്നൊന്നും അങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ ഓരോരുത്തരുടെയും പേര് വിളിച്ചങ്ങ് മാർക്ക് തരും. അങ്ങനെ നിങ്ങൾക്ക് തരുമോ? അപ്പൊ അങ്ങനെ ഓണപ്പരീക്ഷയുടെ മാർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണെന്നപ്പം ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ആയിട്ട് പേര് വിളിച്ച് അഭിലാഷ് 50ൽ 48, ജോൺ 50ൽ 42, ബിനു 50ൽ 40, ഹരികൃഷ്ണൻ 50ൽ 44, ഇങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് വിളിച്ചു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ കൊച്ചന്റെ പേര് വിളിച്ചു. ഇവൻ നല്ല കൂളായിട്ട് അവിടെ ചെന്നങ്ങോട്ട് വാങ്ങിച്ചു. പേപ്പർ വാങ്ങിച്ചു നോക്കി. അവന്റെ തലയൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് പോലെ അവന് 50ൽ 9 മാർക്കാ കിട്ടിയത്. എത്ര മാർക്കാ? 9. ജയിച്ചോ? 50ൽ 9 എന്ന് പറഞ്ഞാൽ 100ൽ എത്രയായി? 50ൽ 9 എന്ന് പറഞ്ഞാൽ 100ൽ എത്ര? പിന്നെ 150. 50ൽ 9 ആണ് 100ല്? 50ൽ 9 100ൽ 9 ആണോ? 9 ഔട്ട് ഓഫ് 50. വാട്ട് ഔട്ട് ഓഫ് 100? 50 എങ്ങനെ 100 ആക്കുന്നത്? ഡബിൾ ആണ്. 9ന്റെ ഡബിൾ എത്ര ആണ്? 18. 18 മാർക്കേ ഉള്ളൂ 100ല്. ഡി ഗ്രേഡ് പോലും ഇല്ല. ദൈവമേ, ഈ കൊച്ചനങ്ങ് ഭയങ്കര വിഷമമായി പോയി. തോറ്റുപോയി. വീട്ടിലോട്ട് ചെന്ന അപ്പൻ എടുത്തിട്ട് അടിക്കും. പണ്ടത്തെ കാലം, ഇന്നത്തെ കാലമൊന്നുമല്ല. അപ്പൊ ഈ കൊച്ചൻ ഓർത്ത് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയാണ്. ഇനിയും ജീവിച്ചിരുന്നിട്ട് ഒരർത്ഥവും ഇല്ല, അങ്ങ് മരിച്ചേക്കാം. 14 വയസ്സുള്ള കുട്ടിയാണ്. മരിക്കാൻ തീരുമാനിച്ചു. ഇരിക്കുന്നത് ഒരു കുട്ടി മരിക്കാൻ തീരുമാനിച്ചു ചിരിക്കുവാണോ? നിങ്ങളൊക്കെ വളരെ ക്രൂരരാണല്ലോ. അപ്പൊ സ്കൂളിന്റെ അടുത്തൊരു റെയിൽവേ പാളം ഉണ്ട്. ആ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിന്റെ അവിടെ. അപ്പൊ ഓർത്തെങ്കിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മദ്രാസ് മെയിൽ വരും. അതിന്റെ മുമ്പിൽ ചാടി അങ്ങ് ജീവൻ അവസാനിപ്പിച്ചത്. 14 വയസ്സുള്ള കുട്ടിയാണേ. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞു. മരിക്കാൻ പോകുന്നൊന്നും പറഞ്ഞില്ല. ആ സ്കൂളിലൊരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് ഉണ്ട്, കോർട്ട് ഉണ്ടായിരുന്നു. ബാസ്കറ്റ് ബോൾ കോർട്ട് അറിയാമല്ലോ. ഇവൻ എന്നും കളിക്കുന്ന ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആളാണ്. ഇവൻ അവിടെ ചെന്ന് ബാസ്കറ്റ് ബോളിന്റെ തൂണിലൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്ത് പോവുക. ഇനി നമ്മൾ കാണത്തില്ല. ചിരിക്കാതെ തന്നെ കുഞ്ഞെ, ഇത്രയും വൈകാരികമായ ഒരു കുട്ടി മരിക്കാൻ നിങ്ങൾക്ക് ഇതെല്ലാം തമാശയാണല്ലോ. വണ്ടിയുടെ മുമ്പിൽ ചാടിയേക്കാന്ന് വിചാരിച്ചു. വൈകിട്ട് ട്രെയിൻ വരികയാണ്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ
പരാജയമാണ്. 50-ൽ 9 മാർക്ക് കിട്ടി വീട്ടിലോട്ട് ചെന്നിട്ട് ഒരു അർത്ഥവും ഇല്ല. അങ്ങനെ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തും സംഭവിക്കാവുന്ന നാടകീയമായ നിമിഷങ്ങൾ. എത്ര മണിക്കാ ട്രെയിൻ വരുന്നത്? 4 മണിക്ക്. 3:55 റെയിൽവേ പാളത്തിന്റെ അടുത്ത് ഈ കുട്ടി നിൽക്കുകയാണ്. 14 വയസ്സേ ഉള്ളൂ, 9ാം ക്ലാസ്സുകാരൻ. ടൻ. എന്തും സംഭവിക്കും. ഇനി ഞാൻ പറയുന്നില്ല. മരിച്ചോ ആ കൊച്ചൻ? മരിച്ചു ഉറപ്പിച്ചു. അന്ന് റെയിൽവേ ട്രാക്കിന്റെ മുമ്പിൽ ചാടിയായിരുന്നെങ്കിൽ ഇന്ന് 2026 ഏപ്രിൽ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 27 മിനിറ്റ് കഴിയുമ്പോൾ MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ ആ കൊച്ചൻ കാണത്തില്ലായിരുന്നു. എന്താ കൈയടിക്കാത്തത്? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ ആ കൊച്ചൻ എന്റെ കഥയാ പറഞ്ഞത്. അതാ പറഞ്ഞ നിങ്ങൾ ചിരിക്കുന്നുണ്ടോ എനിക്കറിയാം. എന്റെ ചങ്ക് പറഞ്ഞ നിമിഷങ്ങളായിരുന്നത്. ഇന്നിപ്പോ 9ാം ക്ലാസ്സിൽ വെച്ച് പരീക്ഷയ്ക്ക് തോറ്റവനാ നിൽക്കുന്നത്. അയ്യോടാ, ഇവനെ ഇങ്ങേരാണോ ക്ലാസ് എടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന പാഠം ഇത്രയേ ഉള്ളൂ. ഒരു പരീക്ഷയ്ക്ക് തോറ്റു പോയെന്നും പറഞ്ഞ് അങ്ങനെ വലിയ തലപോന്ന കാര്യമൊന്നും അല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പല പരീക്ഷകളിലും നമ്മള് തോറ്റുപോകും. ചിലപ്പോൾ തോറ്റുപോയെന്നും പറഞ്ഞ് ഉടനെ എല്ലാവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഇല്ല. പിന്നീട് അവിടുന്ന് 10ാം ക്ലാസ്സിൽ വെച്ച് 10ൽ എനിക്ക് SSLC പരീക്ഷയ്ക്ക് 82 മാർക്ക് ഉണ്ടായിരുന്നു. 100-ൽ 82. അപ്പൊ 100-ൽ 18-ൽ നിന്ന് എത്രലോട്ടായി? 100-ൽ 82. നല്ല വ്യത്യാസമല്ലേ? അത്യാവശ്യം വ്യത്യാസം. അവൻ 10ാം ക്ലാസ്സിൽ ആ സീക്വൻസ് നോക്കിക്കോണേ. 9ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 100-ൽ 18. 10ാം ക്ലാസ്സിൽ എത്ര ഉണ്ടായിരുന്നു? 82 ഔട്ട് ഓഫ് 100. പിന്നെ 11-ഉം 12-ഉം തിരുവല്ല മാർത്തോമ കോളേജിൽ അന്ന് പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. നിങ്ങളുടെയൊക്കെ പേരൻസ് ഒക്കെ പ്രീ ഡിഗ്രി ആയിരിക്കും പഠിച്ചത്. 11ും 12ും ഒക്കെ അന്ന് കോളേജിലായിരുന്നു, ഇപ്പോഴാ സ്കൂളിലായിരുന്നു. 2 വർഷം 11ലും 12ലും 9ാം ക്ലാസ്സിൽ 50-ൽ 9 കിട്ടി, 100-ൽ 18 കിട്ടി. തോറ്റ് തുന്നം പാടി ട്രെയിനിന്റെ മുമ്പിൽ ചാടാൻ കാത്തിരുന്ന ആ മനുഷ്യന് കിട്ടിയ മാർക്ക് ചരിത്ര പ്രധാനമാണ്. 100 ഔട്ട് ഓഫ് 100. 2 വർഷവും 100 മാർക്ക് കിട്ടിയ മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾക്കൊന്നും ഒരു സന്തോഷമില്ലാത്തത് അടിയടായി. അതുകൊണ്ട് 18-ൽ നിന്ന് 100-ലേക്കുള്ള ഒരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. മാത്തമാറ്റിക്സിന് ഒരു സ്വല്പം മാർക്ക് കുറഞ്ഞ്, ഏതെങ്കിലും സബ്ജക്റ്റിന് സ്വല്പം മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് ജീവിതമൊന്നും അവസാനിക്കുന്നില്ല. മനസ്സിലാവുന്നോ? അതുകൊണ്ട് നിങ്ങൾ മാത്സ് നല്ലോണം പഠിക്കണം. നിങ്ങൾക്ക് ജനറൽ നോളജ് അത്യാവശ്യം വേണം. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേരറിയാം? ഹൂ ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാ മോനെ. ദ്രൗപദി മുർമു. അടിപൊളി. എന്തോ പേരെന്തോ മോടെ? കേട്ടില്ല. എമി. ഒരു ഭാവി IAS കാരിയാന്നാ എനിക്ക് തോന്നുന്നു. ഇനി കറുപ്പ് നിർത്ത്, മോടെ മുഖം നിർത്ത്. ഇനി എന്തോ ഭാവി അംബീഷൻ? വാട്ട് ഈസ് യുവർ അംബീഷൻ? അടിപൊളി, വെരി ഗുഡ്, മിടുക്കിയാണ്. ബാക്കി. അപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. എന്നാലും ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. സ്മോൾ എയിം ഈസ് എ ക്രൈം എന്നാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന എന്ന് കേട്ടിട്ടുണ്ടോ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഇല്ല. UNO. അതിന്റെ സെക്രട്ടറി ജനറലിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? അറിയത്തില്ല. അന്റോണിയോ ഗുട്ടറാസ് എന്നാണ് പേര്. ഓ മൈ ഗോഡ്. ഈ ഫോട്ടോയിൽ കാണുന്ന 2 പേരെ ഐഡന്റിഫൈ ചെയ്യാവോ? ഈ ഫോട്ടോയിൽ കാണുന്ന 2 പേരെ ഐഡന്റിഫൈ ചെയ്യാവോ? ഇറാഖിന്റെ അല്ലല്ല, ഇസ്രായേലിന്റെ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ്. അതുകൊണ്ട് നിങ്ങളെ ജനറൽ നോളജ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഭാവിയിൽ നിങ്ങൾ വലിയ IAS കാരൊക്കെ ആകേണ്ട കുട്ടികളാണ്. അപ്പൊ അതിനുവേണ്ടി നോട്ട് ചെയ്തോണം. മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എഴുതുക. ഇത് മാസത്തിൽ ഒരെണ്ണം വരുന്നതാണ്. ഇതിന് 40 രൂപയേ ഉള്ളൂ വില ഒരെണ്ണത്തിന്. ഇപ്പൊ 60 രൂപ, സ്പെഷ്യൽ എഡീഷൻ 60 ഒക്കെ ആയി. അയ്യോ, 60 രൂപയോ? കുഴിമന്തിക്ക് എത്ര രൂപയാ?
നിങ്ങൾ KFC പോകുമ്പോ എത്ര രൂപ ബില്ല്? ചിക്കൻ ബക്കറ്റിന് എത്ര രൂപ വില? അതിനൊരു പ്രശ്നവും ഇല്ല. ചിക്കൻ ബക്കറ്റിനും കുഴിമന്തിക്കും എല്ലാം പൈസ കളയാനുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനും GK വരാനും മനോരമയുടെ ടെൽ മീ വൈ എന്ന് പറയുന്ന ഒരു മന്ത്ലി ഉണ്ട്. ഇതിന്റെ ഒരു മാസം 50 രൂപയാണ്. ഇതൊക്കെ എഴുതിയെടുക്കും മോനെ, ഇതിന്റെയൊക്കെ പേര്. മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, മനോരമ ടെൽ മീ വൈ. പിന്നീട് മലയാളത്തിലുള്ള ഒരു പുസ്തകമുണ്ട്, അത് നിങ്ങൾ വായിക്കുന്നവർ കാണും, ബാലരമ ഡൈജസ്റ്റ്. ബാലരമയല്ല, ബാലരമ ഡൈജസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഴ്ചയും ഉണ്ട്. ഇത് ഞാൻ എല്ലാ ആഴ്ചയും വായിക്കുന്നതാണ്. എന്തോ അതുകൊണ്ട് ഇങ്ങനത്തെ 3 ബുക്കും വായിക്കണം. ഈ ചേച്ചി അറിയോ? ഫസ്റ്റ് റാങ്ക് അല്ല, 57ാമത്തെ റാങ്ക് കിട്ടിയ. എന്തോ ചേച്ചിയുടെ പേര്? ശ്രീജ. ശ്രീജയുടെ അച്ഛന്റെ ജോലി എന്താണ്? പോലീസ്. നിങ്ങളൊന്നും ഈ ലോകത്തൊന്നും അല്ല. നിങ്ങൾ കൊറിയൻ പാട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബർത്ത്ഡേയും ഒക്കെയാ നിങ്ങളുടെ ഏറ്റവും വലിയ സംഭവങ്ങൾ. ശ്രീജയുടെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ സൈക്കിളും ചവിട്ടി. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ് TV കൂടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ സൈക്കിളും ചവിട്ടി എന്റെ ഭാര്യ എനിക്ക് ദോശയും സാമ്പാറും തരും, ഉച്ചക്കത്തേക്ക് ചോറ് പാക്ക് ചെയ്ത് വരും. ഞാനൊരൊറ്റ പൈസ കളയത്തില്ല, ബസ് കൂലി കളയത്തില്ല. അതിനുവേണ്ടിയാണ് സൈക്കിൾ ചവിട്ടി പോകുന്നത്. സിഗരറ്റ് വലിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, ഒരൊറ്റ പൈസ കളയത്തില്ല. ടോയ്ലറ്റ് മാലിന്യം വരെ ഞാൻ കോരിയിട്ടുണ്ട്. അവിടെ TV ഇരുന്ന് പറഞ്ഞതാണ് ശ്രീജയുടെ അച്ഛൻ. എന്നിട്ട് ഈ പൈസ മൊത്തം അമ്മയുടെ കൈ കൊടുക്കും. അമ്മ 2 മക്കളാണ്, ശ്രീജയുണ്ട്, ഒരു സഹോദരനും ഉണ്ട്. 2 പേരെ പഠിപ്പിക്കും. ഈ മോള് നല്ലോണം പഠിച്ച് ഇന്ത്യയിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു പരീക്ഷയാണ് IAS പരീക്ഷയിൽ 57ാമത്തെ റാങ്ക് കിട്ടി. 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയാണ്. ഞാൻ 10-15 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തോറ്റുപോയ പരീക്ഷയാണ് IAS പരീക്ഷ. ഞാൻ എൻ്റെ പപ്പായും മമ്മിയും കോളേജ് പ്രൊഫസർമാരാ. കോളേജ് പ്രൊഫസർമാരുടെ മോൻ തോറ്റ് തുന്നം പാടിയെടുത്ത് കൂലിപ്പണിക്കാരന്റെ മകൾ 57ാമത്തെ റാങ്കിൽ ജയിച്ചിരിക്കുന്നു. അല്ലല്ല, ഇംഗ്ലീഷിലൊക്കെയാ. റിസൾട്ടൊക്കെ വരുന്നതിന് 1 മാസം മുമ്പ് അച്ഛനും മോളൂടെ വീടങ്ങ് പെയിന്റ് അടിച്ചു. മോക്ക് പെയിന്റിങ് അറിയാം. നിങ്ങൾക്ക് വിശ്വസിക്കാനൊക്കുവോ? അച്ഛനും മകളൂടെ വീടങ്ങ് പെയിന്റ് അടിച്ചു. പത്രക്കാർ ചോദിച്ചാൽ എന്തിനാ പെയിന്റ് അടിച്ചേ? അത് പണി തീരാത്ത വീടാ, 2 മുറിയേ ഉള്ളൂ, ബാക്കിയെല്ലാം പൊളിഞ്ഞു കിടക്കുവാ. പൈസയില്ല. എന്തിനാ ചിരിക്കുന്നേ? പൈസ ഇല്ലെന്ന്, പാവപ്പെട്ടവരാ. അവിടെ പത്രക്കാർ ചോദിച്ചു എന്തിനാ പെയിന്റ് അടിച്ചത്? എനിക്കറിയായിരുന്നു നിങ്ങൾ വരുമെന്ന് ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് ഈ പടം നിങ്ങൾ മനസ്സിൽ സ്കാൻ ചെയ്ത് വെക്കണം, ശ്രീജാസ്. എന്നിട്ട് ഇന്നുമായിട്ട് പോയി നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുക്കണം, ശ്രീജ IAS ടോപ്പർ എന്ന് അടിച്ചാൽ മതി. ആയിട്ട് ഇവരുടെ വീഡിയോ ഉണ്ട്. ഈ ചേച്ചിയുടെ നമ്പർ ഒക്കുവാണെങ്കിൽ ഒന്ന് തപ്പിയെടുത്തൊന്ന് വിളിക്കണം. പത്രക്കാരെയൊക്കെ സംഘടിപ്പിച്ചാൽ മതി. എന്നിട്ട് വിളിക്കണം. എന്നിട്ട് പറയണം, ഇതുപോലെ ഒരു സാറ് വന്ന് ശ്രീജ ചേച്ചിയെ കുറിച്ച് പറഞ്ഞു. 23-24 വയസ്സേ ഉള്ളൂ. നല്ല മിടുക്കി. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചേച്ചിയാണ്. ചേച്ചിക്ക് വേണ്ടി നമുക്കൊന്ന് കൈയടിക്കാം. ഒന്ന് കൈയടിച്ചേ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് നേടിയ ഞങ്ങളുടെ ശ്രീജ മാഡം, ഞങ്ങൾ MGM ഹൈസ്കൂളിലെ കുട്ടികൾ ഇന്ന് താങ്കൾക്ക് വേണ്ടി അഭിനന്ദനം നൽകിയിരിക്കുന്നു. ഞാൻ APJ അബ്ദുൽ കലാം സാറിനെ അറിയത്തില്ലേ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ കൂടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. എന്നാ 2/2/2009. നിങ്ങളൊക്കെ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ കലാം സാറിനെ ഡൽഹി വെച്ച് കാണുവാനൊത്തു. അദ്ദേഹത്തിന്റെ കാലത്തൊട്ടു. അദ്ദേഹം എന്റെ തലയെ കൈവച്ച് ഗോഡ് ബ്ലസ് എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്തൊരു അനുഭവം. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതെന്നറിയോ? APJ അബ്ദുൽ കലാം സാറിന് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതെന്നറിയോ? ഏത് കളറ്? ആ നിറത്തിലുള്ള ഷർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. കടിക്കാതെ ഞാൻ ഇട്ടേക്കുന്ന ഷർട്ട്. ഞാൻ അബ്ദുൽ കലാം സാറിനെ കാണാൻ പോയപ്പോൾ പുതിയ ഉടുപ്പ് ഞാൻ വാങ്ങിച്ചു. കാരണം സാറിന് ഏറ്റവും ഇഷ്ടമുള്ളത് ബ്ലൂ ആണ്. നിങ്ങളായിരുന്നു കറുപ്പിട്ടുണ്ടോ? എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ഇടുന്നത്. അങ്ങനാണോ? നമ്മൾ മഹാന്മാരായ മനുഷ്യരെ കാണാൻ പോകുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം. നിങ്ങളൊക്കെയാണ് കറുത്ത ഉടുപ്പ് ഇട്ട് മുടി ഒരുമാതിരി സ്റ്റേജ് പോലെ കെട്ടി അങ്ങോട്ട് ചെല്ലും.
ഇത് ഞാൻ പുതിയ ഉടുപ്പ് വാങ്ങിച്ചു. തലേന്ന് ഞങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരേ പ്രാവശ്യം ഫേഷ്യൽ ചെയ്തിട്ടുള്ളൂ. അത് ഈ ഇദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ്. കാരണം അദ്ദേഹം അത്രയ്ക്ക് മഹാനായ ഒരു മനുഷ്യനാണ്. 7ാം ക്ലാസ്സിൽ വെച്ച് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു ഈ കൊച്ചന്. രാവിലെ ഒരു ജോലി ചെയ്യുമായിരുന്നു. എന്തോ ജോലി ചെയ്തിട്ടാ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത്? രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 200 പത്രം അവിടുത്തെ വീടുകളിൽ കൊണ്ടിടുമായിരുന്നു സൈക്കിളിൽ, സ്കൂളിൽ ഫീസ് കൊടുക്കാൻ. നിങ്ങൾ ഞാനല്ല, APJ അബ്ദുൽ കലാം. അങ്ങനെ പഠിച്ച ഒരു കുട്ടിയാണ് ഇന്ത്യയുടെ പ്രസിഡന്റും മിസൈൽ മാനും ആയത്. നിങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? രാവിലെ പത്രം ഇട്ടിട്ട് വേണോ കാശ് കിട്ടാൻ? വേണോ? എന്നിട്ടും പഠിക്കുന്നുണ്ടോ? എവിടെ പഠിക്കുന്നു? അതുകൊണ്ടാ നിങ്ങളുടെ പേരൻസ് ചോദിക്കുന്നത് നിനക്കൊക്കെ എന്തോതിന്റെ കുറവാടിന്ന് ചോദിക്കത്തില്ലേ? നിനക്കങ്ങ് പഠിച്ചാൽ പോലെ. കാരണം ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച അബ്ദുൽ കലാം സാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സോങ് ഓഫ് യൂത്ത് എന്നാണ് പറയുന്നത് അതിനകത്ത്. MGM ഹൈസ്കൂളിലെ നമ്മുടെ ക്ലാസ് ഇപ്പോൾ കഴിയുകയാണ്. കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളതെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്, ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ്. നമ്മുടെ എമീമ എത്രാം ക്ലാസ്സിൽ? 7ാം ക്ലാസ്സിലോ 16th 7th ഇപ്പൊ നമുക്ക് സ്മോൾ എയിംസ് എ ക്രൈം വായിച്ചു കൊടുക്കും. എല്ലാരും അത് ഏറ്റു പറയും. ഉറക്കെ വായിച്ചേ മോളെ. അയ്യോടാ, ഇത്ര ശബ്ദമേ ഉള്ളോ? ഒന്നുകൂടെ പറഞ്ഞേ. Technology, knowledge and love, for my nation, I realize, knowledge is a crime. അപ്പൊ നമ്മൾ ഉറക്കെ ഞാനൊന്നുകൂടെ ഏറ്റു പറയാം. ഞാൻ പറയുന്നത് ഉറക്കെ പറയണം. ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, armed with technology, knowledge and love for my nation, I realize small aim is a crime. Small aim is a crime. Small aim is a crime. Something big is going to happen from this session. Very good. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതല്ലായിരുന്നോ? അതുകൊണ്ട് എല്ലാവരും നല്ലോണം പഠിച്ച് നല്ല വലിയ മിടുക്കരായിട്ട് വളരുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. 1.5 മണിക്കൂർ ക്ലാസ് ഒക്കെ എടുത്ത് MGM സ്കൂളില് ടീച്ചറെ നല്ല അടിപൊളി കുട്ടികളാണ് കേട്ടോ. നല്ല ഇതില് ഒരാള് IAS ഡ്രീമാണ്. 7ാം ക്ലാസ്സിലായപ്പോഴേ ഒക്കെയുള്ള കുട്ടികളാണ്. ഈ കൊച്ചിനൊക്കെ കണ്ണുകളിൽ നല്ല ഒരു പ്രകാശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടീച്ചർമാരുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നിങ്ങൾ നല്ല ടീച്ചർമാരായിരിക്കും, വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഇന്ന് മാത്സ് പഠിച്ചു. എന്തോ പഠിച്ചത്? നമ്പർ സിസ്റ്റം പഠിച്ചു. എന്തൊക്കെ നമ്പേഴ്സാ ഉള്ളത്? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പർ, കോംപ്ലക്സ് നമ്പർ, നമ്പർ സിസ്റ്റം. ഇതെല്ലാം പറയുന്നതാണ് ഓൾജിബ്ര. ഇത്രയും പഠിച്ചു. 5ാം ക്ലാസ് തൊട്ട് 11ാം ക്ലാസ് വരെ ഓൾജിബ്ര ഇന്ന് പഠിച്ചോ? എന്തറിയോ? അത്രയും മാത്സിന്റെ ഒരു ഐഡിയ കൊടുത്തു ഇവർക്ക്. പിന്നീട് നമ്മള് എന്തൊക്കെയാ വായിക്കണം എന്ന് പറഞ്ഞത്? GK കിട്ടണമെങ്കിൽ ഏത് ബുക്ക് വായിക്കണം? GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. പിന്നെ ടെൽ മീ വൈ ഉണ്ട്, ഡൈജസ്റ്റ് ഉണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് വലിയ ലക്ഷ്യം ഉണ്ടാകണം. സ്മോൾ എയിം ഈസ് എ ക്രൈം. അതുകൊണ്ട് നല്ലതായിരുന്നു ടീച്ചറിനെ കൺക്ലൂഡ് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടേ പറഞ്ഞു. അന്നേരം ഇന്നത്തെ മനോഹരമായ ക്ലാസ് എടുത്ത മാത്യു സാറിനോട് പ്രത്യേകം നന്ദി. ഞങ്ങളുടെ MGMന്റെ വാഗ്ദാനങ്ങളാണ് സാറിന്റെ മുമ്പിൽ ഇന്നിരുന്നത് കേട്ടോ. MGM ഇതിന്റെ ശബ്ദം ഇനി ഇവരുടെ നാമത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. വന്നു ചേർന്ന സാറിനും എന്റെ കുഞ്ഞുങ്ങൾക്കും MGM കുടുംബത്തിന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പുതിയ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്ത HMനും നല്ലൊരു ക്ലാസ് നയിച്ച സാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്നുകൂടെ എന്താണ്? സ്മോൾ എയിം ഈസ് എ ക്രൈം. പറഞ്ഞേ, സ്മോൾ എയിം ഈസ് എ ക്രൈം. Small aim is a crime. Thank you.
സോ ഇപ്പോൾ 1 മണിയായിരിക്കുകയാണ്. ഞങ്ങൾ 11:30 ഞാനിവിടെ വന്നതാണ്. തിരുവല്ല ചരിത്രമുറങ്ങുന്ന വിദ്യാലയം മുത്തശ്ശി MGM മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്യാമ്പസിലാണ്. നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സൊക്കെ കൊള്ളായിരുന്നോ? അടിപൊളിയായിരുന്നു. സോ വിശ്വഭാരതി സ്റ്റഡി സർക്കിളിന്റെ യാത്ര തുടരുകയാണ്. നല്ലൊരു അനുഭവമാണ്. കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് സ്മോൾ എയിമീസ് എ ക്രൈം എന്നൊക്കെ പറഞ്ഞ് അധ്യാപകരും എല്ലാവരും ഉണ്ട്. സോ യാത്ര തുടരുന്നു. വിശ്വഭാരതി സ്റ്റഡി സർക്കിൾ.